തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിനെത്തിയ യുവതി മരിച്ചു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. SIT ആശുപത്രിയിൽ നിന്ന് ഏറ്റ അണുബാധയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശിവപ്രിയയുടെ കൈക്കുഞ്ഞുമായി കുടുംബം SIT ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധത്തിലിരുന്നു. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിരോധത്തിലായിരിക്കുന്നതിനിടയിലാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ മറ്റൊരു യുവതി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ശിവപ്രിയ എന്ന യുവതിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത്. ഇവർ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രസവത്തിനായി SIT ആശുപത്രിയുടെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം SIT ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ കഴിയുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് അവിടെ ഉണ്ടായത്. അതല്ല എങ്കിൽ കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെയാണ് ഈ SIT ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അണുബാധ ഏൽക്കാനിടയായ സാഹചര്യമെന്നാണ് ശിവപ്രിയയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് SIT ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഈ BJP നേതാക്കളെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ശിവപ്രിയയുടെ ബന്ധുക്കളുടെയുമൊക്കെ തീരുമാനം. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പ്രസവശേഷം അണുബാധയുടെ ലക്ഷണം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായിരുന്നില്ലെന്ന് SIT അധികൃതർ. പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വാർഡിലേക്ക് മാറ്റുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തത്. ലേബർ റൂമിൽ അണുബാധയില്ലെന്നും SIT സൂപ്രണ്ട് വ്യക്തമാക്കി. നമ്മുടെ ലേബർ റൂം നമ്മുടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വളരെയധികം ഒരു തരത്തിലും ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അണുവിമുക്തമായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ മാസവും മൈക്രോബയോളജി സർവെയിലൻസ് ചെയ്യുന്നതാണ്. ഇതിൽ എന്താണ് സംഭവിച്ചത്, അതുകൂടാതെ ഈ കുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് പനിയും ഛർദിലുമായിട്ട് വന്നിരിക്കുന്നതും അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു.